ഇടുക്കി രൂപതയുടെ കത്തീഡ്രൽ ദേവാലയമാണ് വാഴത്തോപ്പ്. വാഴത്തോപ്പ് കത്തീഡ്രൽ വികാരിയാണ് ഫാദർ ഫ്രാൻസിസ് എടവക്കണ്ടം. അച്ഛാ നമസ്കാരം. നമസ്കാരം. ഈ പൂപ്പന്തലിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ആത്മീയമായിട്ടുള്ള ഒരു ഉണർവ്, അതോടൊപ്പം തന്നെ കാഴ്ചയുടെ ഒരു വസന്തം, ഇതിനെ കുറിച്ചൊന്ന് പറയാമോ? ഇതിന്റെ പേര് ജേഡ് വൈൻ എന്ന JADE ജേഡ് വൈൻ. ജേഡ് വൈൻ ഇവിടെ നട്ടിട്ട് 3-4 വർഷമായി. നടന്ന വർഷം തന്നെ പൂത്തു തുടങ്ങും. വലിയധികം പരിചരണം ആവശ്യമില്ലാത്തൊരു ചെടിയാണ്. ഇതിനെ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി ഒത്തിരിയേറെ ആളുകൾ ഇപ്പോൾ കൊതിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇത് വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ എന്താണ് സാർ നടേണ്ടത്? ഇതിന് എയർ ലെയറിങ് നടത്തി പതിവെച്ച് ഇതിന്റെ ശിഖരങ്ങളിൽ നിന്നും വേര് പിടിപ്പിച്ച കമ്പുകൾ എടുക്കുകയാണ് വേണ്ടത്. ശരി, അങ്ങനെ ചെയ്താൽ വളരെ പെട്ടെന്ന് പിടിക്കും. ഇത് നട്ടാൽ ഇതിൽ വിത്തും ഉണ്ടാവാറുണ്ട്. നട്ടാൽ ആ വർഷം തന്നെ പൂക്കാറുണ്ട്. ഇത് ഏത് സീസണിലാണ് പൂവിടുന്നത്? വർഷത്തിൽ 2 തവണയാണ് പൂക്കുന്നത്. 2 മഴക്കാലത്താണ് പൂക്കുന്നത്. ഒരു മെയ് മാസം തൊട്ട് പൂക്കാൻ തുടങ്ങും. പിന്നെ ഉള്ളത് ഒരു ഓഗസ്റ്റ് മാസം ആകുമ്പോഴത്തേക്ക് ഇത് പോയി കഴിഞ്ഞാൽ 1 തവണയും കൂടെ പൂക്കും. അങ്ങനെ 2 തവണയെ പൂക്കുന്നുള്ളൂ. ഇങ്ങനെ ഈ പൂക്കൾ വേനൽക്കാലത്ത് നല്ല പന്തൽ പോലെ നിൽക്കും. ഇതിന്റെ ഈ കട്ടി കൂടിയ മൂത്ത കമ്പുകളിലാണ് പൂ ഉണ്ടാവുള്ളൂ. എത്ര നാള് പൂ ഉണ്ടായാൽ? 1 മാസത്തോളമൊക്കെ ഇനി പൂവിന്റെ കാലമാണ്. കുറച്ച് പൊഴിഞ്ഞും കുറച്ച് പുതുതായിട്ട് വന്നും ഒക്കെ അങ്ങ് നിൽക്കും. അപ്പോൾ ഈ കത്തീഡ്രൽ പള്ളിയുടെ ചുറ്റുവട്ടത്തിൽ ഒരുപാട് ഔഷധ ചെടികൾ കാണാൻ കഴിയുന്നുണ്ട്. വലിയ ഔഷധ ചെടികൾ അധികമൊന്നും ഇല്ല. ഞങ്ങൾ വലിയ പരിചരണം ആവശ്യമില്ലാത്ത കുറച്ച് ചെടികളാണ് ഇതിന് മുറ്റത്ത് നട്ടിട്ടുള്ളത്. ഈ ചെടിക്കും അധികം പരിചരണം ആവശ്യമില്ല. അങ്ങനെയുള്ള കുറച്ച് ചെടികളൊക്കെ ഒരു പച്ചപ്പ് വരാൻ വേണ്ടിയൊക്കെ നമ്മൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. പരിശാലിന്റെ അങ്ങോട്ടേക്ക് നോക്കി കഴിയുമ്പോൾ കാണുന്ന മറ്റൊരു പ്രത്യേകത, അതും ഇങ്ങനെ പടർന്നു കയറുന്ന ആ തൂണുകളിലൊക്കെ ഇങ്ങനെ പടർന്നു കയറിയിരിക്കുക. അത് ഏത് ചെടിയാ? അംബ്രല്ല ട്രീ എന്നാണ് ഇംഗ്ലീഷിലൊക്കെ പറയുന്നത്. നമുക്ക് വേറെ പേര് പറയാനൊന്നും ഇല്ല. നമ്മുടെ നഴ്സറികളിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന സാധാരണ ചെടി തന്നെയാണ്. അപ്പൊ അത് കയറിയാൽ നല്ലതാണെന്ന് വിചാരിച്ചതിന് ചുവട്ടിലൊരു വീപ്പയിൽ വെച്ച് നട്ട് കഴിഞ്ഞപ്പോൾ അതും കയറാൻ തുടങ്ങി. എത്ര നാളായി അത്? അതും 1-2 വർഷമായി. അതിന് താഴെ കാണുന്ന ചെറിയ ആദ്യം നടത്തിയെടുത്ത് വെച്ചത്. ഇതും വളർത്താനും പിടിപ്പിക്കാനും വലിയ വിഷമമൊന്നുമില്ല. അച്ഛനോട് വന്നതിന് ശേഷമാണ് ഇത്? അത് വന്നതിന് ശേഷം. അടുത്ത് 2 വർഷമായല്ലോ. അപ്പൊ ഇവിടെ വരുമ്പോൾ നമുക്ക് ഈ കൊല്ലം ഇച്ചിരി പൂക്കൾ കുറവാണ്. പെട്ടെന്ന് മഴയെല്ലാം വന്ന് പോയതുകൊണ്ട്. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ഉണ്ടായിരുന്നേ. പിന്നെ പക്ഷികളുണ്ടല്ലേ? അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇത് അതുപോലെ പന്തല. അതും അത് ഇനി ഇത് തീരുമ്പോഴത്തേക്ക് അത് പൂത്ത് തുടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു. അത് പൂ കുറവായി. ഇതിന്റെ മറ്റൊരു പന്തലാണ്. പിന്നെ അങ്ങോട്ട് തുടർച്ചയായിട്ട് വേറെ വള്ളിച്ചെടികളുണ്ട്. അവിടെ ജാഡ് വൈൻ. ഇതിന്റെ തന്നെ മറ്റൊരു നിറം കൂടി ഉണ്ട്. ഒരു വയലറ്റ് കളർ എന്ന് വേണമെങ്കിൽ പറയാവുന്നത്. അത് പൂത്തിട്ടില്ല ഇപ്പോൾ. ഇടയ്ക്കിടയ്ക്ക് പോകും. ശരി. അച്ഛൻ എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. അത് ഈ കുരിശുപാറുള്ള നഴ്സറിയിലാണ് ആദ്യം ഞാനത് കണ്ടത്. പാലാ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ രാജകുമാരി കൊണ്ടു വെച്ചു. പിന്നീട് ഞാൻ രാജകുമാരി പറയാൻ നേരത്ത് വീണ്ടും ആ ഗാർഡനിൽ ചെന്നപ്പോൾ അയാളൊന്നും പതിവെച്ച് തന്നു. അത് ശരി. മിക്കവാറും എല്ലാ നഴ്സറികളിലും ഇപ്പോൾ ഇത് ലഭ്യമാണ്. ആര് വിലയൊക്കെ ഉള്ളതുകൊണ്ട് ആളുകൾ എത്ര മേടിച്ചു വയ്ക്കല. അങ്ങേറ്റത്ത് കാണുന്നത് ഒരു പൂ വന്നിപ്പം പോയ ഒരു ചെടിയാണ്. നമ്മുടെ എല്ലാ ടൈറ്റിൽ ബൊക്കെ. അതിപ്പം പൂ മാറിയിട്ട് നിൽക്കുന്നത് അതിന് ചോട്ടിലത്. തൂണിനോട് ചേർന്ന്. അതെ. അതിന് തൊട്ടിപ്പുറത്തുള്ളത് ഒരു വയലറ്റ് പൂ ഉണ്ടാകുന്ന വള്ളിച്ചെടിയാണ്. വള്ളിച്ചെടികൾക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വലിയധികം പരിചരണം വേണ്ട. സമയാസമയത്ത് അത് പൂത്തോളൂ. മറ്റു ചെടികളൊക്കെ നട്ടാൽ നമ്മൾ ഒത്തിരി പരിചരിക്കേണ്ടി വരും. പനവർഗത്തിൽപ്പെട്ട ചെടികളും കാണുന്നുണ്ടല്ലോ. അത് എനിക്ക് മുന്നേ നട്ടിരുന്ന. ഈ കാണുന്നതൊക്കെ അതിന് ശേഷം നട്ടതാണ്. പക്ഷെ അങ്ങോട്ട് പിന്നെ വളർന്ന് കയറിപ്പോയി. ഇറമ്പൊക്കെ ആയതുകൊണ്ട്. ഈ ബ്രൈഡൽ ഒക്കെ ഇപ്പം പൂ പോയിട്ട് ഇപ്പം മോശമായിട്ട് നിൽക്കാം. മഴക്കാലമായതുകൊണ്ട്. അല്ലെങ്കിൽ നിറച്ച് പൂവായിരുന്നു. ഇല കാണത്തില്ലാത്തൊരു പൂവാകും. പള്ളിയുടെ മറ്റൊരു ഭാഗത്തായിട്ട് വേറൊരു ജേഡ് വൈൻ ഇങ്ങനെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ കാണുന്ന എല്ലാ പൂച്ചെടികളും തികച്ചും വ്യത്യസ്തമാണ്. കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള ഇനം പൂച്ചെടികൾ നമുക്കിവിടെ കാണാനായിട്ട് ഈ ഉദ്യാനത്തിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നൊരു സവിശേഷത കൂടിയുണ്ട്. ഇത് ഇടവക കാര്യാലയത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു കമാനത്തിൻ്റെ ദൃശ്യമാണ്. ആ കമാനത്തിന് വളരെ ആകർഷകമായിട്ടുള്ള ഒരു ഭംഗിയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. തറയിലും കുറേ അലങ്കാര ചെടികൾ വെച്ച് പരിപാലിക്കുന്നുണ്ട്. ഏത് ഭാഗത്തു നിന്ന് കയറി വന്നാലും അവിടെ എല്ലാം മനസ്സിന് കുളിർമ പകരുന്ന കാഴ്ചവട്ടങ്ങളാണ് വാഴത്തോപ്പ് കത്തീഡ്രൽ പള്ളിയുടെ മുന്നിലുള്ളത്. ഈ കാഴ്ചവട്ടങ്ങളാണ്
ഫ്രാൻസിസ് അച്ഛൻ പരിചയപ്പെടുത്തിയത്. ഒരുപാട് സീസൺ ആണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഈ കാണുന്ന ചെറിയ പടർന്ന് കിടക്കുന്ന വള്ളികളൊക്കെ പൂവായിരിക്കും. ഇപ്പം മഴയായതുകൊണ്ട് പൂക്കളൊക്കെ ഇല്ലാതെ നിൽക്കുന്നത്. ആ കാണുന്ന ഇതും ഒക്കെ പൂക്കുന്ന ഒരു വള്ളിയാണ്. അങ്ങനെ എത്തി കുറേ വള്ളികളൂടെ ഉണ്ട്. ഓക്കെ, താങ്ക് യു.